വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ഓണം എക്സാം ഒക്കെ വരാൻ പോവാണ്. എല്ലാവരും പഠിക്കാൻ തുടങ്ങിയോ? സൂപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ അതാ നമ്മുടെ ലൈവും മിനി മാരത്തോണും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇരുന്ന് കാണുക, മാക്സിമം അടിപൊളിയായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഓണം വെക്കേഷൻ എൻജോയ് ചെയ്യാമല്ലോ. ഈ ഒരു കുറച്ച് ദിവസം നല്ലോണം പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാം. ഓക്കെ, ദാ മിസ് അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. യെസ്, എന്താണെന്ന് നോക്കിയാലോടാ. എൻ്റെ കൈവശം 100 രൂപ, 10 രൂപ നോട്ടുകളും 1 രൂപ നാണയങ്ങളും ചേർന്ന് 456 രൂപയുണ്ട്. അതായത് ഈ ഒരു കുട്ടിയുടെ കയ്യിൽ 100 രൂപ, 10 രൂപ, 1 രൂപ നാണയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 456 രൂപയാണുള്ളത്. ഏറ്റവും കുറഞ്ഞത് എത്ര നോട്ടുകളും നാണയങ്ങളും ചേർന്നാൽ 456 രൂപയാകും? അതായത് ഏറ്റവും കുറച്ച് നോട്ടുകൾ കൊണ്ട് എങ്ങനെയാണ് 456 ആക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇത് എങ്ങനെ നമ്മൾ ഒന്നുകൂടെ നോക്കിയാലോ. ഐ ഹാവ് 100 rupees and 10 rupees notes and also 1 rupee coins. These make 456 rupees. ഇതൊക്കെ കൂടെ 456 rupees ആക്കും. What is the minimum number of notes and coins which make up 456 rupees? ഇതാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടടാ? 100 രൂപയുടെ നോട്ടുണ്ട്, 10 രൂപയുടെ നോട്ടുണ്ട്, 1 രൂപയുടെ നാണയങ്ങളുണ്ട്. ഇതുകൊണ്ട് എങ്ങനെ അതായത് ഏറ്റവും കുറച്ച് നോട്ടുകളായിരിക്കണം, 456 രൂപയുണ്ടായിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 100 രൂപയുടെ എത്ര നോട്ടുകൾ വേണം? യെസ്, 100 രൂപയുടെ 4 നോട്ടുകൾ ഉണ്ടെങ്കിൽ 400 ആയില്ലേ? 100 രൂപയുടെ 4 നോട്ടുകൾ. പിന്നെയോടാ 456 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായി? യെസ്, വൺസിന്റെ സ്ഥാനത്ത് 6 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 രൂപ നാണയങ്ങൾ 6 എണ്ണം. സെറ്റല്ലേ? അതുപോലെ ഇതാ ടെൻസിന്റെ പ്ലേസിൽ 5, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 4. ഇത്രയേ ഉള്ളൂ. ടെൻസിന്റെ പ്ലേസിൽ എന്താണ്? ടെൻസിന്റെ പ്ലേസിൽ 5 എന്ന് പറയുമ്പോൾ 10 രൂപയുടെ എത്രയാണടാ? 10 രൂപയുടെ 5 നോട്ടുകൾ. യെസ്, അപ്പൊ 100 രൂപയുടെ 4 നോട്ടുകൾ, 100 രൂപയുടെ 4 നോട്ടുകൾ, 10 രൂപയുടെ 5 നോട്ടുകൾ, 1 രൂപയുടെ 6 നാണയങ്ങൾ. ഇത്രയാണല്ലേ? അപ്പൊ അടുത്ത ചോദ്യം എന്താ നോക്കിയാലോ. യെസ് ഡിയേഴ്സ്, 6 100, 100 രൂപ, 8 10 രൂപ, 5 1 രൂപ ചേർന്നാൽ എത്ര രൂപയാകും? എന്തൊക്കെയാണ് ചോദിച്ചത്? യെസ്, നമുക്ക് എന്തൊക്കെ ഉണ്ടാകും? 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ യെസ് 3 അക്ക സംഖ്യ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? വൺസ് ഉണ്ടാകും, ടെൻസ് ഉണ്ടാകും, ഹൺഡ്രഡ്സ് ഉണ്ടാകും അല്ലേ. ഇവിടെ എന്താ പറഞ്ഞേ? 5 1 രൂപ ചേർന്നാൽ 5 1 രൂപ എന്ന് പറഞ്ഞാൽ മിസ് ഇവിടെ വൺസിന്റെ നേരെ 5 എഴുതി വെച്ചു. യെസ്, 8 10 രൂപ എന്ന് പറയുമ്പോൾ 8 ടെൻസ് അല്ലേ. യെസ്, 10ന്റെ നേരെ ടെൻസിന്റെ നേരെ മിസ് 8 എഴുതി വെച്ചു. 6 100 രൂപ എന്ന് പറയുമ്പോൾ യെസ് 6 ഹൺഡ്രഡ്സ് ആണ്. അപ്പൊ 685 ആണ് എന്നുള്ളത് കിട്ടിയല്ലോ. അതുപോലെടാ ഒരെണ്ണം കൂടെ ഉണ്ട്. യെസ്, 4 100 രൂപയും 9 1 രൂപയും ചേർന്നാലോ. യെസ്, വൺസിന്റെ സ്ഥാനത്ത് എന്താണ്? 9. 9 ആണ് വൺസിന്റെ സ്ഥാനത്ത്. പിന്നെയോ 100ന്റെ സ്ഥാനത്താണ് പിന്നെ പറയുന്നത് അല്ലേ. 4 100ഉം അതായത് ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്ത് 4 ആണ്. ടെൻസിന്റെ സ്ഥാനത്തോ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ടെൻസിന്റെ സ്ഥാനത്ത് 0. അപ്പൊ 409 ആയില്ലേ? 409 ആണ്. യെസ് ഡിയേഴ്സ്, അപ്പൊ ഒന്നും കൂടെ നമുക്ക് ചോദ്യം നോക്കിയാലോ. ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 rupees, 8 10 rupee notes and 5 1 rupee coins make? അതായത് ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്ത് 6 ആയിരിക്കും, 10ന്റെ സ്ഥാനത്ത് 8, 1ന്റെ സ്ഥാനത്തോടാ 5. യെസ്, 685 നമ്മൾ നോക്കി 685 ആണ്. അതുപോലെ വാട്ട് അബൌട്ട് 400 rupee notes and 9 1 rupee coins? യെസ്, 400 rupee notes എന്ന് പറയുമ്പോൾ 400, 10ന്റെ സ്ഥാനത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0, വൺസിന്റെ സ്ഥാനത്ത് യെസ് 9 വരും, 9 വരും. യെസ്, ഇത്രയേ ഉള്ളൂ ഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കോണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ കൂടാ ബൈ.